കൊഴിച്ചിലും അത് ഉറക്കക്കുറവും അതുപോലെ ടെൻഷനുള്ള ഒരു പേഷ്യൻസ് വന്ന സമയത്ത് ആദ്യം ഞാൻ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത് ബ്രഹ്മി ഓയിലായിരുന്നു. ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും കെരാറ്റിൻ പ്രൊഡക്ഷനെ കൂട്ടാനും സഹായിക്കുന്നത്. രണ്ടും അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ മെഡിസിൻ ആണ് നീലി ഭൃംഗാദി ഓയിൽ. ഇതിൽ ആംലയും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദീപക്. ആംല ഓയിൽ അഥവാ നെല്ലിക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓയിൽ, ബ്രഹ്മി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ രണ്ട് ഓയിൽസും വളരെ പ്രശസ്തമായ മുടി കൊഴിച്ചിലിനൊക്കെ വളരെ പ്രശസ്തമായ ഒരു രണ്ട് ഓയിൽസ് ആണ്. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത്? മുടി കൊഴിച്ചിലിനും തലയൊട്ടിയിൽ തണുപ്പ് നൽകാനും അതുപോലെ അകാല നരയ്ക്കും സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിലിനൊക്കെ ഇത് രണ്ടും വളരെ നല്ലതാണ്. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യമായ എണ്ണ എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആംല ഓയിലും ബ്രഹ്മി ഓയിലും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. എന്നാലും ഇതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തേത് നെല്ലിക്ക ഉപയോഗിച്ച് അല്ലെങ്കിൽ ആംല ഓയിൽ, ഇതിന്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വേരുകളെ ശക്തമാക്കാനും അതുപോലെ തന്നെ തലയ്ക്ക് വളരെ തണുപ്പ് നൽകാനും സാധിക്കുന്നു. മുടി കൊഴിച്ചിലും അത് ഉറക്കക്കുറവും അതുപോലെ ടെൻഷനുള്ള ഒരു പേഷ്യൻസ് വന്ന സമയത്ത് ആദ്യം ഞാൻ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത് ബ്രഹ്മി ഓയിലായിരുന്നു. അതിനുശേഷം അവർക്ക് സ്ലീപ്പ് ഇംപ്രൂവ് ആയി നല്ല ഉറക്കം കിട്ടുന്നു. അതുപോലെ തന്നെ തലയ്ക്ക് നല്ല തണുപ്പും മുടി കൊഴിച്ചിലിന് കുറവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആംല ഓയിൽ പ്രിസ്ക്രൈബ് ചെയ്തു. അതിനുശേഷം അവർക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആംല ഓയിലും അതുപോലെ ബ്രഹ്മി ഓയിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് സ്ട്രെസ് കൊണ്ടാണ് നമ്മുടെ മുടി കൊഴിയുന്നത് എന്ന്? നോർമലായിട്ട് സ്ട്രെസ് കൂടിയവർക്ക് മുടിയുടെ ആരോഗ്യം കുറഞ്ഞു വരിക, സ്ലോ ആയിട്ടുള്ള ഹെയർ ഫാൾ ഉണ്ടാവുക, മുടി ഇങ്ങനെ സ്ലോ ആയിട്ട് കൊഴിഞ്ഞു പോവുക. അതുകൂടാതെ തലയോട്ടിയിലെ സ്കിന്നിന് റാഷസോ അതുപോലെ കുരുക്കളൊന്നും ഇല്ലാതെ ഇച്ചിങ് ഒന്നും ഇല്ലാതെ മുടി താനെ കൊഴിഞ്ഞു പോവുക, അങ്ങനത്തെ കണ്ടീഷൻസ് ആകുമ്പോൾ ക്ലിയർ ആയിട്ട് പക്ഷേ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പോഷണത്തിന്റെ കുറവ്, ഡയറ്റിൽ നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും ലഭിക്കാത്തതിന്റെ കുറവും, സ്ട്രെസ് കൂടുമ്പോൾ പല രീതിയിലുള്ള ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട്, കോർട്ടിസോളൊക്കെ കൂടുകയും അതുമൂലം ഹെയർ ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ലത് ബ്രഹ്മി ഓയിലാണ്. സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആംലയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും കെരാറ്റിൻ പ്രൊഡക്ഷനെ കൂട്ടാനും സഹായിക്കുന്നു. ഇതിലൂടെ മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനും അല്ലെങ്കിൽ ആരോഗ്യം കൂട്ടുവാനും ഹെയർ ഫോളിനെ കുറയ്ക്കുവാനും സഹായിക്കുന്നു. ബ്രഹ്മി ഓയിൽ അടങ്ങിയിട്ടുള്ള ബാക്കോസൈഡ്സ് സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിലൂടെ സ്ട്രെസ് മൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിലിനൊക്കെ കുറവുണ്ടാകുന്നു. ഇത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന? ഈ രണ്ട് ഓയിലും കുട്ടികൾക്കും അതുപോലെ വുമൻസിനും മെന്നിനും യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്രഹ്മി ഓയിൽ ഈവനിങ്ങിൽ കൂടുതലായിട്ട് കോൾഡ് അല്ലെങ്കിൽ പെട്ടെന്ന് നീരിറങ്ങുന്നവർക്കും ചുമ വരുന്നവർക്കൊക്കെ ബ്രഹ്മി ഓയിൽ വൈകുന്നേരം യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും പല ക്ലാസിക്കൽ മെഡിസിൻ ഹെർബൽ ഓയിൽസിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. രണ്ടും അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ മെഡിസിൻ ആണ് നീലി ഭൃംഗാദി ഓയിൽ. ഇതിൽ ആംലയും അടങ്ങിയിട്ടുണ്ട്, ബ്രഹ്മിയും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ട്? ഏതൊക്കെ ആയുർവേദ ഹെർബൽ ഓയിലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയുക. ഈ രണ്ട് ഇൻഗ്രീഡിയൻസിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് ഏതായിരിക്കും എന്നൊക്കെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.